എല്ലാവർക്കും നമസ്കാരം. കുറെ അധികം വോയിസുകളാണ് ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആര് സംബന്ധിച്ചാണെന്ന് വെച്ചാൽ സജന ഫിറോസ് ദിയാസന പറയുന്നുണ്ട്. പുള്ളിക്കാരത്തി MDMA ഉപയോഗിച്ചിട്ടുണ്ട്. പുള്ളിക്കാരത്തിന്റെ വീടും അഡ്രസ്സും പറയുന്നുണ്ട്. അവിടെ വന്ന് നിങ്ങൾക്ക് ആർക്ക് വേണേലും ബ്ലഡോ എന്താണ് എടുത്ത് പരിശോധിക്കാം. അല്ലാതെ ഞാൻ പരിശോധിച്ചു കൊണ്ട് തന്നാൽ നിങ്ങളത് കൃത്രിമാന്ന് പറയുമല്ലോ. അപ്പൊ എന്ത് പരിശോധനയ്ക്കും പുള്ളിക്കാരത്തി റെഡിയാന്ന് പറഞ്ഞ് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ സജന രാവിലെ ഇട്ട വീഡിയോ ഇന്നലെ ഇട്ട വീഡിയോ ഞാനിപ്പോ രാവിലെ ഇട്ടായിരുന്നു. അതിന്റെ അത് സജനെ ഇവരെ എല്ലാവരെയും 4 പേരെയും കൂടെ കൊണ്ട് രമേശ് ചെന്നിത്തലയോട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. ഞങ്ങളെ ഇവരെല്ലാം പരിശോധിക്കുന്നു പറയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്താണ് സത്യം എന്ന് നമുക്കറിയില്ല. അതൊരു സൈഡിൽ പോട്ടെ. മറു സൈഡിൽ ദിയാസന ഇട്ട വീഡിയോയിൽ നമ്മുടെ മനസ്സിനെ ടച്ച് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന വ്യക്തി ശരിക്കും ഒരു കോഴിയാന്ന് പറയുന്നുണ്ട്. പാലക്കാടും കൊല്ലത്തും ഒക്കെ ഓൾറെഡി ഇപ്പൊ തന്നെ വേറെ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ സജന ചെയ്തുകൊണ്ടിരിക്കുന്ന യുദ്ധം അവരെ എല്ലാം തോപ്പിച്ചിട്ട് പുള്ളിയുടെ ഭാര്യ പദവിക്ക് വേണ്ടിയുള്ള യുദ്ധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവളുമാരെല്ലാം യുദ്ധം നടത്തുമ്പോഴും ഈ ദിയാസന ഇട്ട വോയിസും ദിയാസനയുടെ വീഡിയോയിന്നും ഹൃദയഭേദകമായ ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. സത്യത്തില് അവർക്ക് ബ്രെയിൻ ട്യൂമറും ബ്ലഡ് ക്യാൻസറും എന്നൊക്കെ പറയുന്ന എല്ലാം കൂടെ കൂടിയിരിക്കുന്ന ഒരു വ്യക്തി കുറെ പെണ്ണുങ്ങൾ വെഡികൾ ഇപ്പുറത്ത് കിടന്ന് അവരുടെ ഭർത്താവിന് വേണ്ടി കടിപിടി കൂടുക. എന്നിട്ട് സജന നേരെ ഷാജിത്ത എന്നെങ്ങാണ്ടാണ് അവരുടെ പേര് ഇവര് പറയുന്നത്. ഷാജിദാന്നോ വല്ലാണോ എന്താണെന്നറിയില്ല. അപ്പം അവര് ചാവട്ടെ എന്നും പറഞ്ഞ് അവര് മരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു സജന. എന്നിട്ട് അവരെ വിളിച്ച് ഫോൺ ചെയ്ത് ബഹളം വെക്കും. അപ്പൊ അവര് ആകെ പാനിക്കാകുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യും. അവർ ചാവട്ടെന്നും പറഞ്ഞിരിക്കുക. അല്ല, അവര് ചത്ത് റസൂൽ പൂക്കുട്ടിയുടെ ഭാര്യയായിട്ട് കേറിയിരുന്ന സജനയ്ക്ക് സമാധാനത്തോടെ മക്കളെ വളർത്തി പണത്തിന്റെ കൊഴുപ്പി. കാരണം ഇപ്പം റസൂൽ പൂക്കുട്ടിക്ക് ഇഷ്ടം പോലെ പൈസയുണ്ട്. ആ പൈസയില് BMW ഒക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്, കോടികൾ കൊടുക്കുന്നുണ്ട്. അതൊന്നും പോരാ, നാട്ടിൽ ഇനി ഒരു പദവിയും കൂടെ കിട്ടണമായിരിക്കും. അതായത് ഓസ്കാർ നേതാവിന്റെ വൈഫ് എന്നുള്ള ഒരു പദവിക്ക് വേണ്ടിയാണ് ഇപ്പൊ ഈ കടിപിടി കൂടിക്കൊണ്ടിരിക്കുക, അയാളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽപ്പെട്ട അയാളുടെ വൈഫിന്റെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ ചിന്തിച്ചപ്പോ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, സ്വന്തം ഭർത്താവിന് വേണ്ടി കുറെ വെടികൾ കിടന്ന് കടിപിടി കൂടുമ്പോൾ ജീവൻ ശരീരത്തിൽ നിന്നൊന്ന് പോയി കിട്ടിയാൽ മതിയെന്ന് ആഗ്രഹിക്കില്ലേ? അതിന്റെ ശാപം ഇവളുമാരുടെയൊക്കെ തലയുടെ മുകളിൽ നിൽക്കില്ലേ? ഇവളുമാരൊക്കെ ശരിക്കും ജീവിക്കില്ല. സജനയോടൊക്കെ ഒരു അല്പം പോലും എനിക്കിപ്പോ ഒരു ഇഷ്ടം തോന്നുന്നില്ല. കാരണം ഈ എന്താണ് പറയണ്ട, അയാള് ചുമ്മാതെ അവിഹിതം ബന്ധത്തിന് വരുന്നു. അയാളുടെ വൈഫിന് സുഖമില്ലാത്തതുകൊണ്ട് കാണുന്ന പെണ്ണുങ്ങളുടെ എല്ലാം കൂടെ പോകുന്ന കോഴിയാണ്. കാണുന്ന പെണ്ണുങ്ങളുടെ മുഴുവൻ പുറകെ പോകുന്ന ഇവർക്കറിയാം, സജനയ്ക്ക് അറിയാം. എന്നാലും സജന അയാളെ പിടിയാലെ നിർത്തിയിട്ട് അവര് ചാവാൻ വേണ്ടി എന്തൊക്കെ തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ചെയ്യുക. എന്തോ ക്രൂരതയുള്ള മനസ്സാണ്. അങ്ങനെ നേടിയിട്ട് എവിടെ പോയി ജീവിക്കാനാ? ശരിക്കും ഞാൻ ഇന്നലെ വരെ ഓർത്തുന്ന സജന ഒരു പൊട്ടിയാണ്, വായിത്തോന്നതൊക്കെ പറയുന്നു എന്നുള്ള രീതിയാണ്. പക്ഷെ ദിയാസനയുടെ ഈ ഒരു വെളിപ്പെടുത്തലും അവരതിൻ്റെ അകത്ത് റസൂൽ പൂക്കുട്ടിയോട് തന്നെ പറഞ്ഞു, ഞാനൊരു ആക്ടിവിസ്റ്റാണ്, ഞാൻ അവർക്കൊപ്പേ നിൽക്കുള്ളെന്ന് ദിയാസനയുടെ വോയിസിന്റെ അകത്ത്, അതായത് റസൂൽ പൂക്കുട്ടിയായിട്ട് സംസാരിക്കുന്ന വോയിസിന്റെ അകത്ത് പോലും അവർ പറയുന്നു. അപ്പൊ അത് നമുക്ക് വിശ്വസിച്ചേ പറ്റുള്ളൂ. അപ്പം ഈ ക്യാൻസർ ആണെന്ന് ദിയാസന പറയുന്ന ആദ്യം ബോംബെയിൽ വെച്ച് റസൂൽ പൂക്കുട്ടിയുടെ ഫ്ലാറ്റിൽ നിന്ന് സ്റ്റുഡിയോയിൽ നിന്ന് ഇവള് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇവളെ റസൂൽ പൂക്കുട്ടിയുടെ ഫോൺ ഹാക്ക് ചെയ്യുന്നു, അതിൽ പെട്ട സ്ത്രീകളെയൊക്കെ വിളിച്ച് തെറി വിളിക്കുന്നു. അയാൾ ഭയങ്കര പാനിക് ആവുന്നു. അയാൾ ഞങ്ങളുടെ അടുത്ത് കരഞ്ഞ് നില വിളിച്ചുകൊണ്ട് വന്നിട്ട് അയാൾ വന്ന് സംസാരിക്കുന്നു, എങ്ങനെയെങ്കിലും ഈ വിഷയം ഒന്ന് സോൾവ് ചെയ്ത് തരണം. ഞാൻ എങ്ങനെ പിണങ്ങി എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ നിങ്ങളടുത്ത് മുന്നോട്ട് പറയാം. അങ്ങനെ ബോംബെയിൽ വെച്ചിട്ട് ഇയാൾ വിളിക്കുന്നു, ഇയാൾ പാനിക് ആവുന്നു, ഇയാൾ ഭയങ്കര വിഷമം പറയുന്നു. സജനേനെ വിളിക്കുന്നു. ഞങ്ങള് അന്നൊക്കെ സുഹൃത്താണ്. അവളെ ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്യരുത്, നീ ഇങ്ങനെ റസൂൽ പൂക്കുട്ടി പറഞ്ഞു അയാളുടെ ഭാര്യയ്ക്ക് നീ മെസ്സേജ് അയച്ചു എന്ന്, അപ്പം നീ അത് ചെയ്യരുത്, അവർക്ക് ബ്രെയിൻ ട്യൂമർ ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സ്ത്രീയാണ്, അവർക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ നീ അതിന് സമാധാനം പറയേണ്ടി വരും സജന, നീ ഇങ്ങനെ ചെയ്യില്ല, നീ എത്രയും പെട്ടെന്ന് നിങ്ങൾ വാന്ന് പറഞ്ഞു അവളെ കാല് പിടിച്ചിട്ട് ഞങ്ങൾ വിളിക്കുക അവളെ. അപ്പൊ അവൾ എൻ്റെ അടുത്ത് പറയാണ്, എനിക്ക് അവര് മരിച്ചാലും വേണ്ടൂല, എനിക്ക് എന്റെ ജീവിതം സേഫ് ആക്കിയാൽ മതി, എനിക്കിപ്പം ഷാദിത്തയുടെ കാര്യം അറിയേണ്ട കാര്യമില്ലാന്ന്. ആലോചിച്ച് നോക്കണം, ഒരു ഭാര്യ ഉള്ള ഒരാള് അയാള് വേറൊരാളിന്റെ അടുത്ത് റിലേഷൻഷിപ്പ് വയ്ക്കുന്നു. ഈ സ്ത്രീ ആ ഭാര്യയായിട്ടുള്ള ആ സ്ത്രീക്ക് ഒരു കൺസേണും കൊടുക്കാതെ അവർ ചത്താലും കുഴപ്പമില്ല, അവർ ചാവണമെന്നുള്ളതാണ് അവളുടെ ആഗ്രഹം. എന്നിട്ട് അവൾക്ക് അയാളുടെ ലൈഫിൽ കയറി പോകണമെന്ന്. എങ്ങനെയാണ് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് ഈ ഒരു വിഷയത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നത്? ഒന്നും പറയാനല്ലോ, ഒരു പെണ്ണും ഇങ്ങനെ ആകാതിരിക്കട്ടെ എന്നേ പറയാനുള്ളൂ. അധികം ഞാൻ സംസാരിച്ചതിന്റെ ഇടയ്ക്ക് ഞാൻ സംസാരിച്ചു കഴിയുമ്പോൾ ഒന്നുകൂടെ വീഡിയോയിൽ എന്താവും. ഇനിയിപ്പോ ഫിറോസ് കുഞ്ഞിനെ ദുരുപയോഗം ചെയ്യുന്നു പറയും എന്ന് ദിയാസനയോട് പറയുന്ന വോയിസ് ഉണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് വരണം, മരിച്ചാലേ എനിക്ക് അതിന് സൗകര്യം കിട്ടണം എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് ഒന്ന്. രണ്ടാമത്തെ, ഞാൻ അപ്പോഴും പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇരുന്നോണ്ട് പറഞ്ഞു, ഇത്
ഫിറോസൊക്കെ വല്ല അറിഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് നിങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല എന്നുള്ളത്. ഡിവോഴ്സ് ആവാതെ നീ ഇത്തരം വിഷയങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഫിറോസൊക്കെ വല്ല അറിഞ്ഞാലുള്ള ഭവിഷ്യത്തിനെ പറ്റി നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ പറയുന്നത്. എനിക്ക് അവനെ പറ്റിയിട്ട് ഒരു ചുക്കും അറിയേണ്ട കാര്യമില്ല. അവൻ എൻ്റെ കുഞ്ഞിനെ അബ്യൂസ് ചെയ്തു എന്നുള്ളത്, അതായത് കുഞ്ഞിനെ അബ്യൂസ് ചെയ്തു എന്ന് ഫിസിക്കലി പറഞ്ഞ് ഞാൻ കേസ് കൊടുക്കും അവനെതിരെയെന്ന് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. ഞാൻ മൈനറായി നിൽക്കുന്ന സാഹചര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ സ്ത്രീ എൻ്റെ അടുത്ത് പറഞ്ഞ ഈ വിഷയത്തെ ഞാൻ വളരെ ഗൗരവമായിട്ട് കാണുകയും എനിക്ക് ആകെ ഷോക്കാവുകയും ഞാൻ മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ടാവുകയും നല്ല രീതിയിൽ ചീത്തവിളിയെന്ന് മാത്രമല്ല, ഞാൻ ആകെ ഷോക്കായിട്ട് ഞാൻ തരിച്ചിരുന്നു പോയി. അതുവരെ മോനെ 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 എന്ന് വിളിക്കുന്ന ഒരു സജനയാണ് എനിക്ക് അറിയുന്നത്. ഒന്ന് ആലോചിക്കണം, സ്വന്തം കുഞ്ഞിനെയാണ് അവൾ എൻ്റെ അടുത്ത് ഇത് പറയുന്നത്. ഇത് കേട്ടവരും അറിഞ്ഞവരും ഇതേ വർത്താനം പറഞ്ഞവരുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ സീക്രട്ട് എൻ്റെ സായി അടുത്ത് നിങ്ങൾ ചോദിച്ചു നോക്കി, ഇതേ കാര്യം അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പോലും ഞാൻ CWCക്ക് ഫിറോസിക്കാക്കെതിരെ വേറൊരു 17 വയസ്സായ ഒരു കുട്ടിക്കെതിരെ വെച്ച ഒരു അലിഗേഷൻ ഉണ്ട്. അതിനെതിരെ ഞാൻ പരാതി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അത് തെളിയിക്കണം. ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ സജന പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്ന് അത്തരത്തിലുള്ള അലിഗേഷൻ നടത്തിയതിന് പറയണം. ഇനി ഞാൻ ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞങ്ങൾ അത് വിശ്വസിക്കാത്തതെന്ന് ചോദിച്ചാൽ, സജന എന്നോട് സ്വന്തം മകളെ പുള്ളി ഉപദ്രവിച്ചു എന്നുള്ള സംഭവം പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് വീണ്ടും എടുത്ത് ചോദിച്ചപ്പോൾ പറയുന്നത് ഫിസിക്കലി അല്ല, അത് പിന്നെ ഞാൻ അത് വലിയ ട്രിഗറായി സംസാരിക്കുമ്പോൾ ഇല്ല, ഫിസിക്കലി അല്ല, അത് മെന്റലി എന്ന് ഇവള് പറഞ്ഞതാണ്. ഒന്ന് ആലോചിക്കണം. അപ്പോൾ അവൾ എന്തിനും മടിക്കത്തില്ല. അങ്ങനെ ഒരു സ്ത്രീ എങ്ങനെ സൗഹൃദത്തിൽ തുടരും? ഇങ്ങനെയാണ് ഞാൻ അവളുമായിട്ട് തെറ്റുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ഉള്ള കാര്യം പറയാം. ഞാൻ നല്ല വൃത്തിക്ക് തെറി വിളിച്ചു. ഇനി ജന്മത്തെ എൻ്റെ അടുത്ത് വന്ന് ഞാൻ കാലേ വരെ തറയിലടിക്കുമെന്ന് തന്നെ പറഞ്ഞു. എനിക്കിനി ഒരു രീതിയിലും ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് അവർക്കുള്ള പ്രശ്നം. അപ്പൊ ഇതൊക്കെ സായിക്കൊക്കെ അറിയാമെന്ന് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതേപോലെ പല യൂട്യൂബേഴ്സിനും ഇതറിയായിരുന്നു. ഇത് അവരൊക്കെ പുറത്ത് വീഡിയോയിലൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു. സജനയുടെ ആദ്യത്തെ കെട്ടിലുള്ള പെങ്കൊച്ചിനെ ഫിറോസ് മോശമായിട്ട് ആ കൊച്ചിന് പ്രായപൂർത്തിയാകാത്ത കൊച്ച്, അത് ഓർക്കണം. അപ്പൊ ആ കേസിലെ വകുപ്പ് വേറെയാവും, അതിപ്പെടുത്തും എന്ന് സജന ഇങ്ങനെ പറയുന്നുണ്ട്, ദിയാസനയോടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സായിയോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു നികൃഷ്ട മനസ്സെന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്ത ഇനി എന്ത് വീഡിയോ ആണെന്ന് ചോദിച്ചാൽ ആൻമരിയ ചിലർക്കൊക്കെ അറിയത്തില്ല എന്ന് പറഞ്ഞു. പറ്റുമെങ്കിൽ ഞാൻ ഫോട്ടോ ഇടാം. സിനി ആർട്ടിസ്റ്റാണ്. ഈയിടെ സിനി അല്ല, സീരിയൽ ആർട്ടിസ്റ്റ് ആണെന്ന് തോന്നുന്നു. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഏഷ്യാനെറ്റിലെ ഒരു സീരിയലിൽ സജനയുടെ നാത്തൂനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മൃദുലയൊക്കെ അഭിനയിച്ച ഒരു സീരിയൽ, മൃദുല വിജയം അഭിനയിച്ച സീരിയലില് സജനയുടെ നാത്തൂനായിട്ട് തന്നെ അവർ രണ്ടുപേരോടും അഭിനയിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് ആൻമരിയ. അപ്പൊ ആൻമരിയ, സജന, റിസുൽ പൂക്കുട്ടി ഇവരുടെ എല്ലാം കൂടെ ഒരു വോയിസ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അവര് 7 മിനിറ്റ് 8 മിനിറ്റോളം വരുന്ന ഒരു വോയിസാണ്. നിങ്ങൾ അത് കേൾക്കുക. അതിൻ്റെ അകത്ത് അത് കേൾക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുമാതിരി കാര്യം മനസ്സിലാകും. സജനയ്ക്കാന്ന് തോന്നും ഇയാളെ ഭീഷണിപ്പെടുത്തി പ്രഷർ കയറി വഴിയോരത്ത് വീണ് അവിടുന്ന് ഡോക്ടർ വഴി വന്ന് പരിശോധിച്ച് അവിടുന്ന് ഒരു വ്യക്തി കസേര ഇരുത്തി ഇഞ്ചക്ഷനൊക്കെ കൊടുത്തപ്പോൾ പ്രഷർ കയറിയിട്ടാന്ന് പറയുന്നു. ട്രിവാൻഡ്രത്തിന് കൊണ്ടുപോകാൻ പോകുന്നു. അന്നേരം ദിയാസനയൊക്കെ വിളിച്ച് ആൻമരിയോടൊക്കെ പൂക്കുട്ടി സംസാരിക്കുന്ന ഒരു കാര്യമൊക്കെയാണ്, ഒരു വോയിസ് ഒക്കെയാണ്. അതിൻ്റെ അകത്ത് ദിയാസന പറയുന്നുണ്ട്, പൂക്കുട്ടിയുടെ വൈഫിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഒരു വല്ലാത്ത കേസ് കേട്ടോ. ഇത്ര ചീഞ്ഞ് നാറി അളിഞ്ഞ ഒരു രീതിയാണല്ലോ ഇവരുടെയൊക്കെ വിവാഹ ബന്ധവും ഇവരുടെയൊക്കെ സ്വകാര്യ ലൈഫും. അതാണ് ആലോചിക്കേണ്ടത്. ഇതിൻ്റെ അകത്ത് ദിയാസന പറയുന്നുണ്ട്, പല ആണുങ്ങളും ഒരാളെ വിട്ട് പല ആണുങ്ങളുമായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിക്കാണ് സജനെ പറ്റി പറയുന്നത്. മറു സൈഡിൽ റിസുൽ പൂക്കുട്ടിയാണ് ഇപ്പൊ തന്നെ പാലക്കാട്ടും കൊല്ലത്തും നിലവിൽ 2 കൂട്ടർക്ക് ചെലവിന് കൊടുത്തോണ്ടായിരിക്കുന്നത്. അപ്പൊ അവർ ഇടിച്ചു കയറി വരാതിരിക്കാനായിരിക്കാം സജന ഈ ഇതുപോലത്തെ അയാളെ നാണം കെടുത്താൻ നോക്കുന്നത്. എന്നാ ചീഞ്ഞെന്നറിയ ഒരു ലൈഫാണ് ഇവരുടെയൊക്കെ ലൈഫ്. ഓസ്കാർ മേടിച്ചെന്നൊക്കെ പറഞ്ഞ് ആദ്യം കേൾക്കുമ്പോൾ എത്ര ബഹുമാനത്തോടെയാണ് നമ്മള് റസൂൽ പൂക്കുട്ടി എന്ന പേര് തന്നെ പറയുന്നത്. ഇപ്പൊ പോയി ചീഞ്ഞ് നാറി ആരോടൊക്കെയാണ് കൂട്ടുകൂടുന്നത്, ഏത് ലെവലിലോട്ടാണ് എത്തുന്നത്. ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നില്ലല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഒരു സ്ഥാനവും മാനവും ഒക്കെ കിട്ടുമ്പോൾ ആ സ്ഥാനത്തിനും മാനത്തിനും ചേർന്ന രീതി വേണം ജീവിക്കാൻ. ഇത് അതൊന്നുമില്ലാതെ വെറും ചീഞ്ഞ് നാറിയ ഒരു ലൈഫ്. ഓക്കെ, താങ്ക് യു. ആ ഒരു വീഡിയോ കേക്ക് കേട്ടോ. ഒരു രീതിയിലും ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് അവർക്കുള്ള പ്രശ്നം. ഹലോ, എവിടെയാ? ഞാനിപ്പോ സ്റ്റുഡിയോയിലാണ്. ഇയാള് പിന്നെ ഉമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ബ്രീത്ത് ചെയ്യാൻ പറ്റാണ്ടായി, ഭയങ്കര ആങ്സൈറ്റി ആയി. അങ്ങനെ ഞാൻ ടിക്കറ്റ് 10:15 ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക് ഡോക്ടറെ കാണിക്കാനായിട്ട് വഴിക്ക് കൊണ്ടിറക്കി. അവിടെ കക്ഷിക്ക് നിൽക്കാൻ പറ്റാത്തതിൽ മറിഞ്ഞു വീണ റോഡിൽ ആൾക്കാരെല്ലാം കൂടെ കൂടി അവിടെ നിന്ന് ബുക്ക് ചെയ്തൊരു കസേരയിൽ ഇരുത്തി ഡോക്ടറെ അവിടേക്ക് വിളിച്ചു വരുത്തി, നടു റോഡിൽ വിളിച്ചു വരുത്തി BP ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ കക്ഷിക്ക് ആങ്സൈറ്റി ആണെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ പൊക്കിയെടുത്ത് വീട്ടിൽ റൂമിൽ സ്റ്റുഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്. 6:30 ഫ്ലൈറ്റിലേക്ക് ട്രിവാൻഡ്രത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ
എൻ്റെ വീട്ടിൽ മൊത്തം പ്രശ്നങ്ങളാണ്. അല്ലെ ഇപ്പൊ സാറിന്റെ അടുത്തുണ്ടോ അവള്? എൻ്റെ അടുത്തുണ്ട്. പക്ഷെ നിങ്ങൾ സംസാരിക്കണ്ട. ഇല്ല ഞങ്ങൾ സംസാരിക്കില്ല. നിങ്ങൾ സംസാരിക്കേണ്ട. പക്ഷെ നിങ്ങൾ തിരുവനന്തപുരത്ത് കക്ഷി വരുമ്പോൾ നിങ്ങൾ പോയി കാണണം. കണ്ടിട്ട് ഈ ഇല്ല കാണുന്ന സാർ, ഇല്ല സാർ, ഇല്ല സാർ, നോ സാർ. ഞങ്ങൾ ഇനി ഒരു രീതിയിലും കണക്റ്റഡ് ആവില്ല സാർ. ഐ എം റിയലി സോറി സാർ. നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്നോ എന്തോന്നൊന്നും നമുക്ക് എസ്പെഷ്യലി അറിഞ്ഞൂടാ. ഞാനാവില്ല. എന്നാ വെച്ചാൽ ദിയയ്ക്ക് അയച്ച വോയിസ് മെസ്സേജിലുണ്ട് ഇക്കായ്ക്ക് എന്നോട് ദേഷ്യമാണെന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ളടത്ത് പിന്നെ നമ്മൾ ഇക്കായ്ക്ക് വേണ്ടി പോലും ഞാൻ ഒന്നും ചെയ്തില്ല. കാരണം കഴിഞ്ഞ പ്രശ്നത്തിൽ ഇക്ക എന്നെ തെറ്റിദ്ധരിച്ച്, ഇക്ക ഒരു കാര്യം മനസ്സിലായി, കഴിഞ്ഞ പ്രശ്നത്തിൽ എന്നെ തെറ്റിദ്ധരിച്ച് ഇക്ക പറഞ്ഞെന്നാണ് പറയുന്നത് ഞാനാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയെന്ന്. അത് അങ്ങനെയാണോ ഇക്ക? അങ്ങനെയാണോ? എനിക്കറിയത്തില്ല. നിങ്ങൾ എല്ലാവരും മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങൾ എനിക്കറിയത്തില്ല. ഇത് അറിഞ്ഞിട്ട് ഇത് അറിഞ്ഞിട്ട് എന്റെ അമ്മ ബോധം കെട്ട് വീണ് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്ന സമയമാണ്. ഞാൻ പറയട്ടെ അന്നമ്മ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ തവണ ഇവള് പോയൊരു കുരുക്കിൽ ചാടിയപ്പോൾ അന്നമ്മ എന്റെ നല്ല സുഹൃത്ത്, എന്റെ സുഹൃത്താണ്, എന്റെ നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന ആൾ. ഇവ എപ്പോഴും അന്നമ്മ എന്റെ അടുത്ത് ജസ്റ്റിഫൈ എങ്ങനെയാണ്, നിങ്ങൾ പറയുന്ന അവൾ കേൾക്കില്ല, നിങ്ങൾ പറയുന്ന ആൾ കേൾക്കില്ല, അവൾ എന്റെ സുഹൃത്താണ്, അവൾ എന്റെ നല്ലത് മാത്രമേ നോക്കത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു നിന്റെ നല്ലത് മാത്രം നോക്കുന്ന നിന്റെ സുഹൃത്താണ്, കറക്റ്റ് ആണ്, നിന്റെ നല്ലത് നോക്കുള്ളൂ. പക്ഷേ നമ്മളൊരു കുഴിയിൽ ചാടുമ്പോൾ നെല്ലും പതിരും പറഞ്ഞു കൊടുക്കണ്ടേ? അത് നെല്ലും പതിരും പറഞ്ഞു കൊടുത്തായിരുന്നോ നമ്മളോടൊന്ന് ചോദിച്ചു നോക്കിയേ. ഇവള് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞത് ഞാൻ വേറൊരു കാര്യം കൂടെ, അല്ല ഒരു മിനിറ്റ്, നെല്ലും പതിരും പറഞ്ഞു കൊടുത്തായിരുന്നോ എന്ന് ചോദിച്ചു നോക്കിക്കേ. എന്നിട്ടും ഞാൻ അവളുടെ കൂടെ നിന്നിട്ട് ഇന്നിപ്പോ ഞങ്ങൾക്ക് അയച്ച മെസ്സേജ് എന്നാണെന്നറിയോ, ഇക്കാടെ കൂട്ടത്തിൽ ഞങ്ങള് എന്താ പറയാ അവൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്താ പറഞ്ഞു കൊടുത്ത് അവളെ ഞാൻ ഇക്കാനെയും കൂടെ തെറ്റിക്കുവാണ്, ഞാൻ മാനിപ്പുലേറ്റ് ചെയ്ത് ഞാൻ ഇക്കാനെയും അവളെയും കൂടെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നു ഇവള് സ്പീക്കർ ഇട്ട് ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് മമ്മിക്ക് വയ്യാണ്ടായത്. അറിയാവോ ഇക്ക? എന്റെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്ന് കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലായത്. ഇനി ഞാൻ അവളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം എനിക്കിനി നിങ്ങളുടെ ഇതിൽ ഇടപെട്ട് എനിക്ക് പഴി കേൾക്കാൻ വയ്യ. കാരണം എനിക്ക് എന്റെ ലൈഫുണ്ട്. ഞാൻ വളരെ സ്ട്രൈറ്റ് ആയിട്ട്, അല്ല ഇക്ക ഒരു കാര്യം മനസ്സിലാക്കണം, 10 വർഷം ഞാൻ ഇൻഡസ്ട്രിയിൽ നിന്നാലും ഞാൻ വളരെ സ്ട്രൈറ്റ് ആയിട്ട്, എന്റെ ഫാമിലി അങ്ങനെ അല്ല. ഇക്കാടെ ഫാമിലി വലുതല്ലേ. എന്റെ ഫാമിലി, എന്റെ കസിൻസ് ഫുൾ ഇപ്പൊ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇക്കറിയോ, ദിയ സാക്ഷിയാണ്. എന്നെ എല്ലാവരും പറഞ്ഞു ഒരു പ്രാവശ്യം നിന്നെ സജന ദ്രോഹിച്ചതാണ്, നീ എന്തിന് തിരിച്ചു കയറ്റിയെന്ന് പറഞ്ഞിട്ട് എന്റെ കസിൻസ് കോട്ടയത്ത് നിന്ന് വരെ വന്നിട്ടുണ്ട്. അറിയാവോ? ഇവൾ എന്നോട് പറഞ്ഞെന്നറിയോ ഇപ്പൊ എന്റെ ലൈഫ് ഇടപെടരുതെന്ന്. പിന്നെ ഇവളുടെ ഉമ്മീനെ വിളിച്ചെന്ന്, ഇവൾ അവിടെ കിടന്ന് ഷാദിത്തനെ വിളിച്ച് ഞങ്ങൾ തിരിച്ച് കയറി വാ പട്ടീനെ പോലെ പറഞ്ഞു. ഞാനും ദിയേം പറഞ്ഞു. ഇവള് കേൾക്കാണ്ടായപ്പോൾ ഞാൻ ഇവളുടെ ഉമ്മീനെ വിളിച്ചു. കാരണം എന്നാ ഇവള് കാണിക്കുന്ന രീതി വെച്ചിട്ട് ഉമ്മയെങ്കിലും പറയുന്നത് കേട്ട് തിരിച്ചു വരട്ടെ എന്നും. പിന്നെ എന്റെ വീട്ടിൽ നിന്നാണ് പോയത്. ഇക്ക ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ വീട്ടിൽ നിന്ന് അവിടെ പോയിട്ട് ഷാദിത്തെ ഇവളും നമ്മൾ ഷാദിത്തേക്ക് എന്ത് സംഭവിച്ചാലും ഇവക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് മനസാക്ഷി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഞാൻ ഇവളെ കൂടെ പറപ്പിനെ പോലെയാണ് കണ്ടത്. ഇവൾ ഇന്ന് പറഞ്ഞ കുറെ വാക്കുകൾ ഇന്നിപ്പോ എനിക്ക് അയച്ച ഒരു വോയിസ് ഉണ്ട്, ഞാൻ ഇക്ക അയച്ചു തരാം. മാനിപ്പുലേറ്റ് ചെയ്ത് ഞാനാണ് മാനിപ്പുലേഷൻ ചെയ്യണത്, ഞാൻ ഇക്കാനെ ഇവളെയും കൂടെ തെറ്റിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇക്കാൻ്റെ അടുത്ത് ഇവളെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കോൺഫറൻസ് കോൾ ഞാൻ ഇക്കാൻ്റെ അടുത്ത് പറഞ്ഞു ഇക്കോടെ എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഇവൾ എൻ്റെ അടുത്ത് പറഞ്ഞ എന്താണെന്നറിയോ, ഞാൻ ഇപ്പൊ അവളെ കേൾപ്പിച്ചാലും കുഴപ്പമില്ല, അവളെ മുമ്പിൽ എന്ന് പറഞ്ഞു ഇക്ക എന്നെ പറ്റി എന്നെ വിശ്വാസമില്ലെന്ന് പറഞ്ഞെന്ന്. ഞാൻ ഇക്കോടെ എന്താ ഇവളെ പറ്റി മോശം പറഞ്ഞു തന്നേക്ക? ദൈവത്തിന് നിരക്കാത്ത എന്തെങ്കിലും കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, അല്ല ദൈവത്തിന് ഞാൻ ഈ നിമിഷം വരെ, ഞാൻ ദിയ ഉണ്ട് എല്ലാവരും ഉണ്ട്, ഞാനൊരു കാര്യം പറയും, ഇന്ന് ഈ നിമിഷം വരെ അവളുടെ നല്ലത് മാത്രം ആഗ്രഹിച്ച് കൂടെ നിന്നവളാ. പക്ഷെ ഇവൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിനും കർമ്മയ്ക്കോ വിട്ടുകൊടുക്കുന്നത്. എന്നെ വേദനിപ്പിച്ചവരെല്ലാം വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ അത് കർമ്മയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ, ഒരു മിനിറ്റ്. 2 കാര്യങ്ങൾ എനിക്ക് ഇന്ന് നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ഇനി ഒരിക്കലും സജനയായിട്ട് കണക്ഷൻ ഉണ്ടാവില്ല എന്ന് തീരുമാനം എടുത്ത സമയം അതായിരുന്നു. രാവിലത്തെ കോൾ വന്ന സമയത്ത് അവൾ എൻ്റെ അടുത്തുന്നുണ്ട് എനിക്ക് റിലേഷൻഷിപ്പ് തുടരണ്ട, എനിക്ക് 3 കോടി മതി. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, അവളോട് പറഞ്ഞു നീ പ്രശ്നം ഉണ്ടാക്കല്ലേ, അവർക്ക് ഏതെങ്കിലും രീതിയിൽ വല്ലതും പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും, എന്റെ പൊന്നു മോളെ നീ കാല് പിടിച്ച് പറയണം, നീ വാന്ന് പറഞ്ഞു പറയണേ, അവർ മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഈ 2 സ്റ്റേറ്റ്മെന്റ് കേട്ടതോടുകൂടി ഞാൻ അവളുടെ മനസാക്ഷിയെ ഞാൻ മനസ്സിലാക്കി. എനിക്ക് അങ്ങനത്തെ മനുഷ്യപ്പറ്റില്ലാത്ത ഒരാളുമായിട്ട് ഒരു തരത്തിലുള്ള ഒരു ബന്ധവും എനിക്ക് വേണ്ട. പിന്നെ ഈ അന്നമ്മയും ഞാനും ആകെ കാണുന്നത് ലാസ്റ്റ് ടൈം തിരുവനന്തപുരത്ത് വന്ന സമയത്താണ്. അവൾ എനിക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, നീ അന്നമ്മേനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ അവളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലെന്ന്. എനിക്ക് ഇവരുമായിട്ടൊന്നും, എനിക്ക് ഈ പറഞ്ഞ അന്നമ്മയായിട്ട് പോലും എനിക്ക് ബന്ധമില്ല. ഞാൻ സജിന ഉണ്ടെന്ന് കരുതിയിട്ടാണ് അന്നമ്മയുടെ ഫ്ലാറ്റിൽ പോലും വന്നത്. ഞാൻ ഇന്ന് ഈ നിമിഷമാണെങ്കിൽ ഈ നിമിഷം ഇവിടുന്ന് മാറും. എനിക്ക് അന്നമ്മയല്ല, എനിക്ക് ഇമ്പോർട്ടൻസും ഇല്ല അന്നമ്മ. ഞാൻ അവളെ മുമ്പിൽ ഇരുന്ന് തന്നെ അത് പറയുന്നത്. പക്ഷേ അവള് ഓരോ സാധനങ്ങളും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാധനം കാണുമ്പോൾ എന്നോട് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിച്ചും എന്റെ ലൈഫിനാണ് അത് പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ രണ്ടുപേരും കാര്യം മനസ്സിലാക്കി, നിങ്ങൾ രണ്ടുപേരും അയാളുടെ സുഹൃത്തുക്കളാണ്. എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്ന എനിക്ക് അറിയത്തില്ല സാർ. ഞങ്ങളിപ്പോ പറയാണ്, ഷാദിത്തായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് എന്തെങ്കിലും സഹായം നമ്മളിൽ നിന്ന് ആവശ്യമുണ്ടോ? ഞാൻ ഇപ്പോഴും നിങ്ങളൊപ്പം അല്ല നിൽക്കുന്നത്. ഞാൻ പറയുന്നത് കാരണം നിങ്ങളും കൂടെ കാരണം തന്നെയാണ് അവളുടെ റിലേഷൻഷിപ്പിനകത്തുള്ളത്. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ച് എന്താണെന്ന് വെച്ചാൽ ആയിക്കോ. പക്ഷെ ഒരു സ്ത്രീയും 2 മക്കളും ഇത് അനുഭവിക്കുമ്പോൾ ആസ് ആൻ ആക്ടിവിസ്റ്റ് ഞാൻ എന്റെ എത്തിക്സ് എന്ന് പറയുന്നത് ഇതല്ല. എന്റേതെന്ന് പറഞ്ഞാൽ ഞാൻ അവരൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, സാർ അവരെന്ത് ആവശ്യപ്പെട്ട് സംസാരിച്ചാലും ഞാൻ അവരൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞത്. ഞാൻ ഒരിക്കലും നിങ്ങളൊപ്പം അല്ല നിൽക്കുന്നത്, പക്ഷേ ആ സ്ത്രീക്കൊപ്പം ഞാൻ നിൽക്കും, നിങ്ങളെ ഭാര്യയ്ക്കൊപ്പം ഞാൻ നിൽക്കും. അവർ അത്രയും കണ്ടീഷനിൽ ഹെൽത്ത് പ്രശ്നമായി നിൽക്കുന്ന അവരെ കൺസിഡർ ചെയ്യാൻ പറ്റാത്ത സജനയുടെ മനസാക്ഷി എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞുതരാം സാർ, അവൾ ആങ്സൈറ്റിയോ അവൾ പ്രശ്നമോ അവളെ ഞങ്ങളുടെ അടുത്ത് മെസ്സേജ് അയച്ചു അവൾ ആത്മഹത്യ, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ അങ്ങനെ ഇനി ഒന്നുകൂടെ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ അപ്പം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിക്കും.
ഞാൻ അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിക്കും. എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നടുത്തുണ്ട്, അവൾ എൻ്റെ അടുത്ത് ആത്മഹത്യ ചെയ്യാണെന്ന് പറയുന്നത്. സാർ ആ കുട്ടിയെ രക്ഷിക്കണം. എനിക്ക് ഇതേ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ, അതിലപ്പുറത്തൊന്നുമില്ല. സാർ നമ്മൾ പറയും, ഞങ്ങൾ ഇതുവരെയും സാറിൻ്റെ അടുത്ത് ഈ രീതിയിൽ ഞാൻ സാറിൻ്റെ അടുത്ത് ഒപ്പോസ് ചെയ്ത് ഒരു തരത്തിലും ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് വളരെ വലിയ വിഷമം ഉണ്ടാക്കിയ സാഹചര്യമാണ്. കാരണം അവളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് കരുതിയിട്ടാണ് അവൾക്ക് ഒപ്പമാണ് ഞങ്ങൾ നിന്നിട്ടുള്ളത്. അവൾ ഇങ്ങ് വാന്ന് പറഞ്ഞത് അവളുടെ ഹെൽത്തിനെ ഒന്നും അറിയാനത്. ഒരു മിനിറ്റ് ഏത് അവസ്ഥ ആരായാലും നിനക്ക് എന്താണ് ദിയാണ് സംസാരിക്കുന്നത്. ദിയ എന്തിനാണ് എന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്? നിങ്ങൾക്ക് ശബ്ദം ഉണ്ടാക്കരുത്. എന്തിനാണ് ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യമുണ്ട്? നിങ്ങൾ ഒച്ച ഉണ്ടാക്കരുത്. നിങ്ങൾക്ക് ശബ്ദിക്കരുത്. ശബ്ദം ഉണ്ടാക്കരുത്. എന്തിനാണ് ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യമുണ്ട്? നിങ്ങൾ ഒച്ച ഉണ്ടാക്കരുത്. മോശമാണ് ഭയങ്കരമായിട്ട് കാണിക്കുന്നത്. നിങ്ങൾ കൂടി ഞാൻ കണക്ട് ചെയ്തതാണ് നിങ്ങൾക്ക് കുഴപ്പം. കേട്ടല്ലേ? നിങ്ങൾ കണക്ട് ചെയ്തതാണ് നിങ്ങൾക്ക് കുഴപ്പം. നിങ്ങൾ ഫോൺ വെക്കൂ. ഞാനിപ്പോ ഏത് അവസ്ഥയിലാണ് പ്രത്യേകിച്ച് ഇവിടെ കൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങളിപ്പോ സമാധാനമായിട്ടിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഇവള് കിടന്ന് കാണിക്കുന്ന സാധനത്തിനകത്ത് നിങ്ങൾ വീണ്ടും നിന്ന് കൊടുക്കണം. നിങ്ങൾ ഓൾറെഡി ഇപ്പൊ പ്രശ്നത്തിലായിട്ടുണ്ട്. നിങ്ങൾ അവളെ വഴിക്ക് വിട്ടിട്ട് അവളെ കയറ്റി വിടാൻ നോക്ക്. നിങ്ങളെ കാര്യം നോക്ക്. ഇതിൽ എന്തെങ്കിലും സംഭവിച്ചാലും അത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാർ സന്നദ്ധനായിട്ട് നിൽക്കുക. അത്രേ ഉള്ളൂ. അതിനെ തെളിയിക്കേണ്ടത് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആരാണെന്നും അവരോട് ചോദിച്ചിട്ട് അങ്ങനെ ഒരു സംഭവം ദിയാസന ചെയ്തിട്ടുള്ളതുള്ളതാണ്. ഞാൻ അതിൽ ചലഞ്ച് ചെയ്യാണ് സജനെടുത്ത്. അങ്ങനെ ഒരു കാര്യമില്ല. ഒരു സുപ്രഭാതത്തിൽ വന്ന് ഒരു ഓൺലൈൻ ചാനലിൽ വന്നിരുന്നിട്ട് മറുനാടൻ മലയാളി പോലുള്ള ചാനൽ, പ്രത്യേകിച്ച് എനിക്ക് അഗേൻസ്റ്റ് നിൽക്കുന്ന ഒരു ചാനലിൽ വന്നിരുന്ന് ദിയാസന MDMA ഉപയോഗിച്ചു. അതിനങ്ങ് തമ്മിലാക്കുന്നു, അതിന് അടിച്ചിറക്കുന്നു. എനിക്ക് കുടുംബമുണ്ട്, മകനുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ആൾക്കാരുണ്ട്. ഇതെന്ത് വെള്ളരിക്കാ പട്ടണമാണോ? ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാനാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. ഞാനിപ്പം എൻ്റെ ടെസ്റ്റ് എടുത്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ പോയി കള്ള ടെസ്റ്റ് എടുത്തുകൊണ്ട് വരികയാണെന്നുണ്ട്. ഞാൻ ചലഞ്ച് ചെയ്ത് പറയാണ്. അവൾ അവിടെ ഇരുന്ന് പറഞ്ഞല്ലോ, അവളെ ടെസ്റ്റ് ചെയ്യ്, എന്നെ ക്യാരിയർ ആക്കി. ഒന്ന് ആലോചിച്ച് നോക്കണം. ഡ്രഗ്സിനെതിരെ സംസാരിക്കുന്ന ഒരു ആക്ടിവിസ്റ്റ് ആണ് ഞാൻ. ഇത് വെള്ളരിക്ക പട്ടണമല്ല. ഡ്രഗ്സിനെതിരെ സംസാരിക്കുകയാണ്. ഇന്നും ഡ്രഗ്സിനെതിരെ സംസാരിച്ചുകൊണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും എന്ത് ചലഞ്ചിന്റെ ഭാഗമായി മാറാൻ ഞാൻ തയ്യാറാണ്. മാനസിക രോഗം പിടിച്ചിട്ട്, ഭ്രാന്ത് പിടിച്ചിട്ട്, കുറെ റിലേഷൻഷിപ്പും കുറെ ആണുങ്ങളുമായിട്ട് കുറെ ബന്ധങ്ങളും ഉണ്ടാക്കി, എല്ലാ ആളുകളെയും ഫ്രോഡാക്കി, എല്ലാ ആളുകളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച്, ആളുകളുടെ തട്ടിപ്പും നടത്തി, വെട്ടിപ്പും നടത്തി, സമൂഹത്തിന് നാണക്കേടും ഉണ്ടാക്കി, കുടുംബത്തിന് നാണക്കേടുണ്ടാക്കി, കുട്ടികളുടെ ഭാവിയെ കളഞ്ഞ്, സ്വന്തം ഭർത്താവിന് കൊച്ചിനെ പോലും കൊടുക്കാൻ നടക്കുന്ന ഇത്രയും വലിയൊരു ഫ്രോഡാണ് ഈ സ്ത്രീ എന്നുള്ളത് ഞങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല.